ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുവണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. അക്കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് അറിയിക്കാനുള്ളത്. അല്ല, ഈ കാര്യങ്ങൾ ഞാൻ പലതവണ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതികളുടെ പരിഗണനയിലാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ദൗത്യം. ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ വേറെന്തെങ്കിലും ചോദിച്ചോളൂ. അതെ, തന്നിട്ടുണ്ട്. ലീഗൽ ഒപ്പീനിയൻ വിട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും കാപ്പ കേസ് പ്രതിയായ ഭരണസമിതി തുടരുന്നു എന്ന് പറയുന്ന ഒരു നാണക്കേടല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ വിമർശനം ഉന്നയിക്കേണ്ടവർ പറയേണ്ടതും കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുമിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവരും. എൻ്റെ കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ ഏറെക്കുറെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തൊക്കെ ഉള്ളവരുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഞാൻ രാഷ്ട്രീയമായൊരു മറുപടി പറഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷമായിരുന്നപ്പോഴേക്കും ഭരണത്തിലെത്തുന്ന സമയത്തും ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ളൊരു ടീമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശക്തമായുള്ള വിയോജിപ്പ് CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പാളയം മാർക്കറ്റിൽ CPM-ൻ്റെ മാസപ്പടി പിരിച്ചുകൊണ്ടിരുന്ന ആ പണത്തിനൊരു കുറവ് വരുമ്പോഴും CPM നേതാക്കന്മാരുടെ ബിനാമികളായിട്ടുള്ളവർ നടത്തുന്ന അനധികൃത കടകൾ പൂട്ടുമ്പോഴും കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പ് വരുന്ന സ്വത്തുവകകൾ കുടുംബ സ്വത്ത് പോലെ, സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഒരു ഇഞ്ച് പോലും അത്തരം ആക്ടിവിറ്റികളിൽ നിന്നും പുറകോട്ടില്ല. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതായത് ഒരു കൗൺസിലറുടെ അസാന്നിധ്യത്തിൽ അത് പല സാഹചര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ജോലി കിട്ടി രാജിവെക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചില കൗൺസിലർമാരൊക്കെ തന്നെ, പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ തന്നെ അകാലത്തിൽ മരണമടയുന്നവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മുനിസിപ്പൽ ആക്ടിൽ തന്നെ മറ്റ് പരിഹാര മാർഗ്ഗങ്ങൾ, താൽക്കാലിക സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെയാണ് ആ കോർപ്പറേഷൻ വാർഡിൽ നിന്നും വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു സിസ്റ്റമുണ്ട്. അവിടെ വരികയും ഫൈനലി മേയർ വെരിഫൈ ചെയ്തതിന് ശേഷം അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം തന്നെ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ആ വാർഡിലെ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി, ഇനി മറ്റൊരു വാർഡിലെ കൗൺസിലർക്ക് ഇങ്ങനെ ഒരു അസാന്നിധ്യം വന്നു കഴിഞ്ഞാലും ആ വാർഡിന് വേണ്ടി മേയർ എന്നുള്ള നിലയ്ക്ക് സമയം കൊടുക്കും. ഒരു പക്ഷേ തൊട്ടടുത്തുള്ള സീനിയറായിട്ടുള്ള ഏതെങ്കിലും കൗൺസിലർമാരെ ആ വാർഡുകൾ ഏൽപ്പിക്കുന്ന പതിവ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മേയർ തന്നെ നേരിട്ട് നോക്കും. ആ വാർഡിലെ വികസന കാര്യങ്ങൾക്കോ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഇത് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ മത്സരിച്ച് ജയിച്ച വാർഡിനോട്, കൊടുങ്ങാനൂർ വാർഡിനോട് ചേർന്ന് ഏറെക്കുറെ അതിർത്തികൾ ഷെയർ ചെയ്യുന്ന വാർഡാണ് വാഴോട്ടുവണം. അപ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായി തിരുവനന്തപുരത്തെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കണം. അവിടെ കഴിഞ്ഞ ദിവസം മാലിന്യം വലിച്ചെറിഞ്ഞ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ 6 പേരെ ആദ്യം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പേരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കണം. അവിടെ ഷമീർ, അദ്ദേഹത്തിന് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്, അത് ഞാൻ മാധ്യമങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. ആ ഷമീർ CPM-ൻ്റെ പ്രവർത്തകനും CPM-ൻ്റെ മുതിർന്ന നേതാക്കന്മാരോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തുന്നയാളും CPM-ൻ്റെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖനായ ഏരിയ സെക്രട്ടറിയുടെ സഹചാരിയുമാണ്. അദ്ദേഹമാണ് അനധികൃതമായി മാലിന്യശേഖരണം നടത്തുകയും ആറ്റിലും തോട്ടിലും വലിച്ചെറിയുകയും ചെയ്യുന്നത്. ഈ പ്രവൃത്തികളിൽ നിന്നും ഉൾപ്പെടെ അവർ പിന്മാറണം. ജീവനക്കാരെ ആക്രമിക്കുന്നു.
അതിൽ പലരും ഇടതുപക്ഷ യൂണിയനിൽ പോലും പെട്ട ജീവനക്കാരാണ്. അവർ കോർപ്പറേഷൻ ഭരണസമിതിയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ തരണം ചെയ്യുന്നുണ്ട്. യാതൊരു സംശയവും വേണ്ട. CPM-ൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇത്തരം ജൽപ്പനങ്ങൾക്കും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന നടപടികളും അന്വേഷണ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴേക്കും അഴിമതിയുടെ അടിവേരറുക്കപ്പെടുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്തോട്ടെ. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട്